എല്ലാവർക്കും ഫ്രെയിം ഫോക്കസ് എൻ്റർടൈൻമെൻറ്റ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. 2025 മോഹൻലാൽ തൂക്കിയിരിക്കുന്നു. ഇതൊരു ഭാഗ്യവർഷം ലാലേട്ടൻ്റെ. ആർക്കും ലഭിക്കാത്ത ഒട്ടനവധി തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകളാണ് ഈ വർഷം ലാലേട്ടൻ ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഭാഗ്യം എന്താണെന്നാൽ എമ്പുരാനായിരുന്നു. 250 കോടിക്ക് മുകളിലായിരുന്നു ഈ സിനിമയുടെ ആഗോള കളക്ഷൻ. ഇത് ഇന്നേ വരെ മലയാളം കണ്ട ഏറ്റവും വലിയ കളക്ഷനായിരുന്നു നേടിയിരുന്നത്. രണ്ടാമത് തരുൺ മൂർത്തിയുടെ തുടരുമെന്ന സിനിമ, അതും 230 കോടിക്ക് മുകളിൽ മലയാളത്തിൽ മാത്രം 115 കോടി കളക്ട് ചെയ്തു. അത് ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ 115 കോടി എന്നുള്ള ആ ഒരു സംഖ്യ. തുടർന്ന് റിലീസ് ചിത്രമായ അൻവർ റഷീദ് സംവിധാനം ചെയ്ത് ചോട്ടാ മുംബൈ, അതും വൻ വിജയം നേടി. ഈ സിനിമ 5 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. മണിയമ്പിള്ള രാജുവായിരുന്നു ഈ സിനിമയുടെ നിർമ്മാതാവ്. 4 കോടിയിൽ മുകളിൽ ലാഭമുണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു. പിന്നീട് ഓണത്തിനിറങ്ങിയ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം തിയേറ്ററിൽ കുടുംബ പ്രേക്ഷകരുടെ ജനപ്രവാഹം തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു ഹൃദയപൂർവ്വം. കേരളത്തിൽ നിന്ന് മാത്രം 45 കോടിക്ക് മുകളിലും ആഗോളതലത്തിൽ 35 കോടിയും നേടാൻ കഴിഞ്ഞു. ഈ സിനിമയുടെ ടോട്ടൽ ബിസിനസ് ഇതാ ഇപ്പോൾ 2 ദിവസം മുന്നേ 100 കോടിക്ക് മുകളിൽ എത്തി എന്നുള്ള റിപ്പോർട്ടാണ്. അത് പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഔദ്യോഗികമായി ഈ അറിയിപ്പ് ലഭിച്ചിരുന്നത്. കൂടാതെ മലയാള സിനിമയ്ക്ക് മറ്റൊരു പൊൻതിളക്കം എന്താണെന്ന് അറിയില്ലേ? ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അതും കൂടി ലഭിച്ചപ്പോൾ ഈ വർഷം 2025 ലാലേട്ട തൂക്കി. 3 ഹാട്രിക്ക് 100 കോടിയാണ് നേടിയിരിക്കുന്നത്. കൂടെ ഈ ഒരു പരമോന്നത ബഹുമതിയും കൂടി ലഭിച്ചപ്പോൾ ഇതിൻ്റെ വിജയം വാനോളമായി ഉയർന്നിരിക്കുന്നു. ഇനി വരാനുള്ളത് ഇതിലും വലിയ ഹിറ്റുകളാകുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുള്ള കാര്യങ്ങളാണ്. കൂടുതൽ പുതിയ സിനിമാ വാർത്തകളുമായി വീണ്ടും കാണാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.